ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിരുന്ന ടോപ്പിക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ ഫ്യൂവൽസിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്യൂവൽസ് എന്താണെന്നും ഒരു നല്ല ഫ്യൂവൽ എങ്ങനെ ആയിരിക്കണമെന്നും അതുപോലെ പെട്രോൾ ആൻഡ് ഡീസൽ ഫ്യൂവൽസിൻ്റെ പ്രോപ്പർട്ടികൾ, ക്യാരക്ടറിസ്റ്റിക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന മറ്റു ഫ്യൂവൽസുകളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. LPG, അതായത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്യൂവലാണ് അല്ലേ. ഈറ്റിംഗ് ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു ഫുഡ് പാകം ചെയ്യാൻ നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യുന്നത്, LPG ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ വെഹിക്കിളിലും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഫ്യൂവൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മിക്സ്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് ആണ് അല്ലേ. എന്തിൻ്റെയൊക്കെ LPG ഈസ് എ മിക്സ്ചർ ഓഫ് ബ്യൂട്ടൈൻ ആൻഡ് പ്രൊപ്പൈൻ. ബ്യൂട്ടൈൻ്റെ പ്രൊപ്പൈൻ്റെ മിക്സ്ചറാണെന്ത് LPG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. LPG is a mixture of commercial butane and commercial propane having both saturated and unsaturated hydrocarbons is called liquefied petroleum gas. അതുപോലെ പ്രൊപ്പൈൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ CH3H8 പ്രൊപ്പൈൻ C4H10. ഈ ടാബുലർ കോളം നിങ്ങൾ ശ്രദ്ധിക്കുക. LPGയുടെ ക്യാരക്ടറിസ്റ്റിക്കിനെ കുറിച്ചിട്ടുള്ള ഒരു ടാബുലർ കോളാണിത്. ഇതിൽ കെമിക്കൽ ഫോർമുല, അതുപോലെ മോളിക്കുലർ വെയ്റ്റ്, സ്പെസിഫിക് വെയ്റ്റ്, ബോയിലിംഗ് പോയിൻറ്റ്, ലോവർ ഹീറ്റ് വാല്യൂ, ഫയർ പോയിൻറ്റ്, ഇഗ്നിഷൻ ലിമിറ്റ്, ബേണിംഗ് വെലോസിറ്റി, വേപ്പർ കണ്ടൻറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പ്രൊപ്പൈൻ്റെയും ബ്യൂട്ടൈൻ്റെയും കാര്യങ്ങളാണ് ഈ ടാബുലർ കോളത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ വാല്യൂസ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. ലിക്വിഡ് പെട്രോളിയം ഗ്യാസിൻ്റെ ഒരു ഡെഫിനിഷൻ വേണമെങ്കിൽ ഇങ്ങനെയും പറയാൻ സാധിക്കും. ദ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഈസ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ദ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോൾ കൺസിസ്റ്റിംഗ് മെയിൻലി ബ്യൂട്ടൈൻ ആൻഡ് പ്രൊപ്പൈൻ ഈസ് ആൾസോ യൂസ്ഡ് ആസ് എൻജിൻ ഫ്യൂവൽ. അതായത് പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ് LPG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മെയിൻലി പ്രൊപ്പൈനും ബ്യൂട്ടൈനും ആണ് എന്ത് നമ്മൾ ഫ്യൂവലായിട്ട് നമ്മൾ വെഹിക്കിളിൽ ഉപയോഗിക്കുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് LPG എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, വേപ്പർ പ്രഷർ, ഫ്ലെയിമബിലിറ്റി, കമ്പഷൻ, ഓഡോർ, കളറ്, ടോക്സിസിറ്റി എന്നിങ്ങനെയാണ് എന്ത് ചെയ്യും പ്രോപ്പർട്ടീസ് ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടികളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. ഡെൻസിറ്റി, അതായത് LPGയുടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 2 times ഹെവിയർ ദാൻ എയർ. വേപ്പർ പ്രഷർ ഡിപ്പെൻഡ്സ് ഓൺ ദി ടെമ്പറേച്ചർ ആസ് വെൽ ആസ് ഓൺ ദി റേഷ്യോ ഓഫ് മിക്സ്ചർ ഓഫ് ഹൈഡ്രോകാർബൺസ്. ഫ്ലെയിമബിലിറ്റി ലൈക്ക് പെട്രോൾ, പെട്രോളിനെ പോലെ തന്നെ എന്ത് ചെയ്യുന്നത് ഫ്ലെയിമബിലിറ്റി കൂടുതലാണ്, പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ സാധ്യതയാണ് എന്ത് ചെയ്യുന്നത് LPGക്ക്. ഓഡോർ, LPG ഹാസ് ഓൺലി വെരി ഫൈൻ സ്മെൽ അല്ലേ, ചെറിയൊരു സ്മെല്ല് ഉണ്ടാവും. കാരണം ഇതിൻ്റെ ബേസിക്കലി അല്ലെങ്കിൽ നാച്ചുറലി ഓഡർലെസ് ആണ് LPG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ നമുക്ക് ഈ ഒരു ഗ്യാസിൻ്റെ സ്മെല്ല് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈഥൈൽ മെർസാപ്റ്റൻ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഈഥൈൽ മെർസാപ്റ്റൻ ഈസ് നോർമലി യൂസ്ഡ് ആസ് ദ സ്റ്റെഞ്ചിങ് ഏജൻറ്റ് ഫോർ ദിസ് പർപ്പസ്. ഒരു ചെറിയ തരത്തിലുള്ള ഒരു ദുർഗന്ധം നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈഥൈൽ മെർസാപ്റ്റൻ ഇതിൽ ഉപയോഗിക്കുന്നത്. LPGയുടെ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർലെസ് ആണ്. LPG ഈസ് കളർലെസ് ബോത്ത് ലിക്വിഡ് ഫേസിലായാലും വേപ്പർ ഫേസിലായാലും എന്ത് ചെയ്യുന്നത് LPGയുടെ കളർലെസ് ആണ്. അപ്പം ദെൻ ലാസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ടോക്സിസിറ്റി. LPG ഈവൻ ദോ സ്ലൈറ്റ്ലി ടോക്സിക് ഈസ് നോട്ട് പോയിസണസ് ഈസ് വേപ്പർ ഫേസ്. LPG ഒരു സ്ലൈറ്റ്ലി ടോക്സിക് ആണ്, പക്ഷേ പോയിസൺ അല്ല. നെക്സ്റ്റ് വൺ CNG, അതായത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അതായത്
ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഓട്ടോമൊബൈലിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ഫ്യൂലാണ് CNG എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതും എന്താണ്, ഹൈഡ്രോ കാർബണിൻ്റെ മിക്സ്ചർ തന്നെയാണ്. ഇതിൽ ഉപയോഗിക്കുന്നത് 95%, 95% ഇതിൽ ഉപയോഗിക്കുന്ന മീഥെയിൻ, അതായത് CH4, കെമിക്കൽ ഫോർമുല CH4. ബാക്കി 5% വരുന്നതാണ് ബ്യൂട്ടൈന്, പ്രൊപ്പൈന്, ഈഥെയിന് വിത്ത് സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ തുടങ്ങിയിട്ടുള്ള കണ്ടൻറ്റുകളാണ് ബാക്കി 5% പെടുന്നത്. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, സിമ്പിൾ കെമിക്കൽ സ്ട്രക്ചറാണ് എന്ത് മീഥെയിൽ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നത്, മേക്സ് കംപ്ലീറ്റ് കമ്പഷന്, റിലീസിങ്, ലെസ്സർ എമിഷൻസ് തുടങ്ങിയ പ്രത്യേകതകൾ കൂടി എന്ത് ചെയ്യുന്നത് ഈ CNGക്ക് ഉണ്ട്. അതായത് 95% മീഥെയിനാണ്, ബാക്കി 5% മാത്രവും മറ്റുള്ള കെമിക്കൽ കണ്ടൻറ്റുകളൊക്കെ. ഓക്കെ, അടുത്തായി നമുക്ക് അഡ്വാൻറ്റേജസ് ഓഫ് CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ അഡ്വാൻറ്റേജസുകൾ നമുക്ക് നോക്കാം. ലോ ഓപ്പറേഷണൽ കോസ്റ്റ് പൊതുവെ കുറവാണ്. മറ്റൊന്ന് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി, പിന്നെ അഡൾട്രേഷൻ ഫ്രീ, മായം ചേർക്കാത്ത ഒരു ഫ്യൂവലാണ്. പിന്നെ ഇൻക്രീസ്ഡ് ലൈഫ് ഓഫ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ്. ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് പുറമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. ഒന്ന്, വെരി ലോ എമിഷൻസ്. 2, ഇറ്റ് റിക്വേർഡ് നോ അഡിറ്റീവ്സ്. പ്രൊഡക്ഷൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നു, ഒരു അഡിറ്റീവ്സും ഇതിൽ ചെയ്യുന്നു ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നീഡ്സ് ഓഫ് കോംപ്ലിക്കേറ്റഡ് റിഫൈനിങ് പ്രോസസ്സാണ്. പിന്നെ CNG ഹാസ് വെരി ഹൈ നോക്ക് റെസിസ്റ്റൻസ്. ലാസ്റ്റ് വൺ, ലോവസ്റ്റ് റണ്ണിങ് കോസ്റ്റാണ്. ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു 10ഓളം അഡ്വാൻറ്റേജസുകൾ നിങ്ങൾ പഠിക്കണം, നോട്ട് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഇതിൽ കൊടുത്തിട്ടില്ല, അതും കൂടി നോട്ട് ചെയ്യണം. മെയിനായിട്ടും എന്ത് ചെയ്യുന്നത്, നോ ലൂബ്രിക്കേഷൻ ഇതിൽ ഉപയോഗിക്കുന്നില്ല. രണ്ടാമത്തെ, വോളിമെട്രിക് എഫിഷ്യൻസി ഈസ് ലെസ്. ഈ 2 ഡിസഡ്വാൻറ്റേജസും നിങ്ങൾ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഡിഫറൻസ് ബിറ്റ്വീൻ CNG ആൻഡ് LPG. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻസും കൂടിയാണിത്. ഡിഫറൻസ് ബിറ്റ്വീൻ CNG ആൻഡ് LPG, അതിൻ്റെ പ്രോപ്പർട്ടികളാണ് ഇതിൽ ഈ ടാബുലർ കോളത്തിൽ കാണുന്നത്. മെയിനായിട്ട് അതിൻ്റെ കെമിക്കൽ ഫോർമുല, എനർജി കണ്ടൻറ്റ്, സ്റ്റോറേജ് പ്രഷർ, എയർ ഗ്യാസ് കമ്പഷൻ റേഷ്യോ, ഓപ്പറേഷൻ പ്രഷർ, ഡെൻസിറ്റി, സിലിണ്ടർ വെയ്റ്റ്, സ്റ്റേറ്റ്. അതേപോലെ CNG ആണ് മീഥെയിൻ, LPG ആണ് പ്രൊപ്പൈൻ തുടങ്ങിയിട്ടുള്ള, LPGയുടെ മേജർ കണ്ടൻറ്റ് പ്രൊപ്പൈൻ തുടങ്ങിയിട്ടുള്ള ഇതിൻ്റെ പ്രോപ്പർട്ടികളാണ് ഈ കാണുന്നത്. നിർബന്ധമായിട്ടും ഈ വാല്യൂസുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്തതായി ആൽക്കഹോൾ ഫ്യൂവൽ. IC എഞ്ചിനിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ഫ്യൂവലാണ് ആൽക്കഹോൾ. 2 ടൈപ്പ് ആൽക്കഹോൾ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് മെത്തനോൾ ആൻഡ് എത്തനോൾ എന്നിങ്ങനെ. അതായത് മെത്തനോൾ ആൻഡ് എത്തനോൾ, പിന്നെയും ബ്യൂട്ടനോളും പ്രൊപ്പനോളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മെത്തനോൾ ആൻഡ് എത്തനോൾ ക്യാൻ ബി ബോത്ത് ഡിറൈവ്ഡ് ഫ്രം ഫോസിൽ ഫ്യൂവൽസ്, ബയോമാസ്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ആൽക്കഹോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൽക്കഹോൾ ഹാവ് ഹൈ ഹാൻഡി നോക്ക് റേറ്റിംഗ് ആണ്. എസ്പെഷ്യലി മെത്തനോൾ ഇത് യൂസ് ചെയ്യുന്നത് റേസിംഗ് കാറിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മെത്തനോൾ ഈസ് ആൾസോ സേഫർ ദാൻ പെട്രോൾ ഇൻ ദി ഇവൻറ്റ് ഓഫ് ആക്സിഡൻ്റൽ ഫയർ. അഡ്വാൻറ്റേജസ് നോക്കാൻ പറ്റും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്ലെയിം ഓഫ് മെത്തനോൾ ഫയർ ഈസ് ഡിഫിക്കൽട്ട് ടു സീൻ ബി ഇൻ ഡേ ലൈറ്റിൽ നമുക്ക് എന്ത് ചെയ്യുക, മെത്തനോളിൻ്റെ ഫയർ നമുക്ക് എന്ത് ചെയ്യുക, കാണാൻ സാധിക്കില്ല. അതുപോലെ മെത്തനോൾ കണ്ടെയ്ൻസ് അബൌട്ട് ഹാഫ് ദി എനർജി ദാൻ പെട്രോൾ പെർ ലിറ്റർ. അതോടൊപ്പം എത്തനോളിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ, ഒന്ന് കൊറോഷൻ ഓഫ് റബ്ബർ, മാഗ്നീഷ്യം ആൻഡ് അലുമിനിയം പാർട്സ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാർട്സിലൊക്കെ എന്താ ഹയർ എത്തനോൾ പെർസെൻറ്റേജുകൾ കൂടുതലാണ്. അതുപോലെ ഈ എത്തനോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക്കലി
കണ്ടക്ടറാണ്. അപ്പോൾ എത്തനോൾ ഈസ് എ ഇലക്ട്രിക്കലി കണ്ടക്റ്റിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ആൽക്കഹോൾ ഫ്യൂവലിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് LPG, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അതുപോലെ CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, അതുപോലെ ആൽക്കഹോള്, കമ്പാരിസൺ ബിറ്റ്വീൻ CNG ആൻഡ് LPG തുടങ്ങിയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.